ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 5 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേഗം ഓടിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ നോക്കുക. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരും തന്നെ അറിയാം, ഒരു ഫ്ലോ ഉണ്ട്, ഒരു ഒഴുക്കുണ്ട്. എങ്ങോട്ടേക്കാണ്? ഉള്ളിലേക്കും പുറത്തേക്കും അല്ലേ? ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് കാണിക്കുന്നത്. എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇറ്റ് ഷോസ് ദ ഫ്ലോസ് ഓഫ് ഇൻകം, ക്യാഷ് ആൻഡ് ഔട്ട് ഗോയിങ് ക്യാഷ്. ഇൻകമിങ് ഉള്ളിലേക്ക് വരുന്ന ക്യാഷും പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ക്യാഷിൻ്റെ ആ ഒരു എൻ്റെ ഒരു ഫ്ലോവിനെയാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. ഒരു പീരീഡിൽ നിന്ന് വേറൊരു പീരീഡിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ക്യാഷിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ആകെ ഇത്രയേ ഉള്ളൂ. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എഴുതുക. ക്യാഷിൻ്റെ റെസീറ്റും പേയ്മെൻറ്റും ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് കാണിക്കുന്നത് എന്നുള്ളതും. നെറ്റ് ചേഞ്ചസ് എന്താണ്? ആ ഒരു ഫേം നടത്തി കൊണ്ടുപോവുക, ഓപ്പറേറ്റ് ചെയ്യുക, അതിൽ ഫണ്ടിങ് നടത്തുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 3 ആക്ടിവിറ്റിയിലൂടെ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ക്യാഷിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതും എഴുതാൻ നമുക്ക്. ഇൻ ഷോർട്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് യൂസസ് എന്ന് പറയാം. സോഴ്സസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ക്യാഷ് വന്നത്, യൂസസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ ആ ക്യാഷ് യൂസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇറ്റ് റിവീൽസ് ഫ്രം വേർ ക്യാഷ് ഹാസ് കം. കണ്ടോ, എവിടെ നിന്ന് ക്യാഷ് വന്നു, എവിടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു എന്ന് കൃത്യമായിട്ട് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒന്ന്, നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ തന്നെ അറിയാൻ പറ്റണം എന്തൊക്കെയാണ് റീസൺ, ക്യാഷിൻ്റെ ബാലൻസ് കൂടാനും കുറയാനുള്ള കാരണങ്ങളും അവ തമ്മിലുള്ള ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വർഷത്തെയും മുന്നത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തതും തമ്മിൽ ഒരു കമ്പാരിസൺ, എവിടെയൊക്കെ കൂടുതലും കുറവും വന്നിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. To assess, monitor and control the liquid resources available in the enterprises. എൻ്റർപ്രൈസിൽ അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സുകൾ, ലിക്വിഡായിട്ട് റിസോഴ്സ് പറഞ്ഞാൽ ക്യാഷ് തന്നെയാണല്ലോ. എങ്ങനെയൊക്കെയാണ് അസസ് ചെയ്യേണ്ടത്, എങ്ങനെ മോണിറ്റർ ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. ടു പ്രിവെൻറ്റ് ഹോൾഡിങ്. ഇനി എത്രത്തോളം നമുക്ക് ക്യാഷ് റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ക്യാഷിന് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇനാഡക്വേറ്റ് ആണ് നമ്മുടെ ഫണ്ട് എന്നൊക്കെ അറിയാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് ഡിസിഷൻസ് എടുക്കുക, അതായത് ലോങ് ടേമിലേക്ക് ഒരു ബിസിനസ്സിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. ആൻഡ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് റിസോഴ്സിനെ നമുക്ക് എത്രത്തോളം മാക്സിമം ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിലും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഒരു CFS എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലായിട്ടാവും. കാരണം ഒരു ഫേമിൽ ഷോർട്ട് ടേമിലേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ വേണം. അതുപോലെ പുതിയ ഫിനാൻഷ്യൽ പോളിസികൾ നമ്മൾ ഫോമുലേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്യാഷ് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ്. ഇതിലൂടെ നമുക്ക് ഒരു ഫേമിന് എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട്. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം വരുമ്പം പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ആസ്തി നമ്മുടെ കയ്യിലുണ്ട് എന്നറിയാം. സോൾവെൻസി, എന്ത് കടം വന്നാലും നമുക്കത് മീറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അത് സോൾവെൻസിയാണ് ഒരു കമ്പനിയുടെ. ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. ആൻഡ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ വരവും പോക്കിനെ എത്രത്തോളം നമുക്ക് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനൊക്കെ സഹായകമാണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ. എന്തുകൊണ്ടാണ് ക്യാഷിൻ്റെ പൊസിഷനിൽ ഇത്രയും ചേഞ്ചസ് വന്നത്, അതിൻ്റെ കാരണം, അതായത് ക്യാഷ് കൂടാനും ആവാം കുറയാനാവാം, എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിനൊരു കാരണം അവിടെ ഉണ്ടാവും. ഹെൽപ്ഫുൾ ഇൻ കൺട്രോൾ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെയും നമുക്ക്, പ്രത്യേകിച്ച് ക്യാഷിൻ്റെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഇത് ആവശ്യമാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഹെൽപ്ഫുൾ ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡെസിഷൻസ്. ഏറ്റവും ചുരുങ്ങിയ കാലയളവിലേക്ക്, മീൻസ് 1 ഇയറിലേക്കൊക്കെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെയധികം സഹായകമാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ. എല്ലാവർക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതേപോലെ എൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇറ്റ് ഇഗ്നോസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇതിൽ പ്രധാനമായിട്ടും അവർ നോക്കുന്നത് എന്തുമാത്രമാണ്? ക്യാഷിൻ്റെ വരവും പോക്കും മാത്രമാണ്.
അപ്പോൾ ക്യാഷ് അല്ലാത്ത കുറേ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ടല്ലോ, അതിനെയൊക്കെ ഇവർ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുന്നു, ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഒരിക്കലും നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അതുപോലെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും അതിന് പകരമല്ല ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ഇതിൻ്റെ പ്രത്യേകത എന്താ? കോസ്റ്റ് കാണിക്കുന്നത് എപ്പോഴാണ്? ഹിസ്റ്ററി, അത് വാങ്ങുന്ന ആ സമയത്തെ വാല്യൂവിൽ തന്നെയാണ്. ഇറ്റ് ഷോസ് ഓൺലി ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ്. ജസ്റ്റ് ഇതെന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? ക്യാഷിൻ്റെ വരവും പോക്കും അത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജറൽ ഡിസിഷൻസ്. നമുക്ക് എളുപ്പത്തിൽ ഒരു ഡിസിഷനൊക്കെ എടുക്കണമെങ്കിൽ വളരെയധികം സ്വാധീനം ചെലുത്താനുള്ളൊരു കഴിവുണ്ട് ഇത്തരത്തിലുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഡസ് നോട്ട് പ്രസൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ദ ലിക്വിഡിറ്റി. ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ ഇപ്പം എത്രത്തോളം അത് ലിക്വിഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊന്നും കൃത്യമായൊരു ട്രൂ പിക്ചറൊന്നും കൊടുക്കാൻ അതിന് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ട് ഒരു പ്രിപ്പറേഷൻ, ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മുന്നേ നമുക്ക് മനസ്സിലാവേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ? ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ, ക്യാഷ് ഓൺ ഹാൻഡ് ആവാം, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷും ആവാം. അത് രണ്ടും കൂടി നമുക്ക് ക്യാഷ് എന്ന് പറയാം. ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടേം ഉണ്ട്. ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി റെഡിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിതൗട്ട് എ ഫോൾ ഇൻ ദെയർ വാല്യൂ. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് അസറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് പണത്തിന് ആവശ്യം വരുമ്പം ആ സ്പോട്ടിൽ നമുക്കത് പണമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യാതൊരു നഷ്ടവും അതിൻ്റെ വാല്യൂവിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അത് ക്യാഷിന് തുല്യമായിട്ട് ക്യാഷ് കയ്യിൽ വെക്കണ പോലെ തന്നെ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ, ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകൾ, മണി മാർക്കറ്റ് ഫണ്ടുകൾ, ട്രഷറി ബില്ലുകൾ, ഇതൊക്കെ എക്സാമ്പിളാണ്. കാരണം ഇതെല്ലാം ബിൽ ടൈപ്പ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നു. പക്ഷേ പൈസയ്ക്ക് ആവശ്യം വന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എന്താ? മൂവ്മെൻറ്റ്സ് തന്നെയാണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ് അവിടെ പറയുന്നത്. എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് നോൺ ഫിനാൻഷ്യൽ ഒഴികെയുള്ള എല്ലാ ട്രാൻസാക്ഷനും അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലാസിഫിക്കേഷൻ എന്താണ് ക്യാഷ് ഫ്ലോസിൻ്റെ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ 3 തരംതിരിക്കും. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ പറയുന്നത്? 3 ഓപ്പറേഷൻ, അത് നടത്തിക്കൊണ്ടുപോവുക. ഇൻവെസ്റ്റിംഗ്, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഫിനാൻസിങ്, എങ്ങനെയൊക്കെ നമുക്ക് വേണ്ട ഫണ്ട് റേസ് ചെയ്യണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ്, അപ്പോൾ നമുക്ക് ഇതാണ്, ഈ 3 നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം. ആദ്യം നമ്മൾ എന്താ പഠിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ക്യാഷ് ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ഒരു സ്ഥാപനത്തിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീനെയും നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രധാനമായിട്ടും നമ്മൾ ഗുഡ്സോ സർവീസസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, അക്വയർ ചെയ്യുക, അതൊക്കെ വിൽപ്പന നടത്തുക. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്കൊരു ലാഭം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെയാണ് റവന്യൂ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓരോ ആക്ടിവിറ്റിയും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് നമുക്കവിടെ കാണിക്കേണ്ടി വരും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ടു ഓപ്പറേഷൻ, ബിസിനസ്സിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയെ നിങ്ങൾക്ക് ഒന്നുകൂടിയിട്ട് ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാഷിൻ്റെ ഇൻഫ്ലോ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെ പൈസ വരും, എവിടെയൊക്കെ പൈസ പോകുമെന്ന് പറയുന്നുണ്ട്. ക്യാഷ് സെയിൽസ്, നമുക്ക് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മനസ്സിലാവണം ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ക്യാഷിൻ്റെ ഇൻഫ്ലോ എവിടുന്നാന്ന് ചോദിച്ചാൽ എന്താണ്? ഒന്ന്, നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ. പിന്നെ ക്യാഷ് റെസീവ്സ് ഫ്രം ഡെറ്റേഴ്സ് ഫോർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് സർവീസസ്. നമ്മൾ സർവീസ് കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഗുഡ്സ് കൊടുത്തിട്ടുണ്ടാവാം. ആ സമയത്ത് അവർ പൈസ തന്നിട്ടില്ലെങ്കിലും പിന്നീട് അവർ പൈസ തരും. അങ്ങനെ വന്നാലും ഇവിടെ ക്യാഷ് ഉണ്ടാവുന്നു. ക്യാഷ് റെസീവ്സ് ഫ്രം റോയൽറ്റി കിട്ടുക, ഫീസ് കിട്ടുക, കമ്മീഷൻ കിട്ടുക, മറ്റുള്ള റവന്യൂസ് എല്ലാം ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണ്. പിന്നെ ഇൻകം ടാക്സ് റീഫണ്ട് ചെയ്യുക, ഇതും നമുക്ക് എന്താ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് പറയാം. ഇനി അടുത്തതിൽ ക്യാഷ് ഔട്ട്ഫ്ലോ, ക്യാഷ് പുറത്തേക്ക് പോകുന്ന എപ്പോഴൊക്കെയോ? ഒന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണല്ലോ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ക്യാഷ് പർച്ചേസസ് ആണ്. ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും നമ്മുടെ സപ്ലയേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ. അവരുടെ നിന്നൊക്കെ ഗുഡ്സൊക്കെ കടമായിട്ട് വാങ്ങിയിട്ടായിരിക്കും ബിസിനസ് ഉണ്ടാവുക.
അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കടബാധ്യത ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്ത് തീർക്കുക. പേയ്മെൻറ്റ്സ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നമ്മുടെ സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കല്ലാതെ കുറേ ചിലവ് വരും. അവിടെയൊക്കെ പേയ്മെൻറ്റാണ്. വേജ് കൊടുക്കുക, സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, ഇൻഷുറൻസ് കൊടുക്കുക എന്നുള്ള എല്ലാം ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് ഫോർ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, ഗവൺമെൻറ്റിന് പോലും നമ്മൾ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അതെല്ലാം ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോയിനെയാണ് കാണിക്കുന്നത്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു, ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, there are some transactions such as sale of item of a plant etc. may be result in profit or loss. There are usually taken the determination of net profit or loss. However, these are cash flows from investing activity. അതായത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അസറ്റ് വാങ്ങുകയൊക്കെ ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവാം. സാധാരണയായിട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്നുള്ള ലെവലാണ് കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ ഫ്ലോ അതിനെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. ഇനി ഈ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തരുന്നതിൻ്റെ ഭാഗമായിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നു. സോ ഇങ്ങനെ നമ്മൾ കിട്ടിയൊരു കാര്യത്തിനൊക്കെ എന്ത് ചെയ്യും, ക്യാഷിൻ്റെ ഇൻഫ്ലോ എഴുതും, ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ എഴുതും. ഇവ തമ്മിൽ എന്തായാലും ഒരു വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടുന്ന വ്യത്യാസത്തിനെയാണ് എന്ത് പറയുന്നത്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ക്യാഷിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇൻഫ്ലോ ആണ് കൂടുതൽ ഔട്ട്ഫ്ലോനേക്കാൾ വെച്ചാൽ അത് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ അതിനെ പറഞ്ഞാണ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേഷൻ. ഇങ്ങനെയാണ് അത് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഇനി അപ്പോൾ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി രണ്ടാമത്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, എന്തൊക്കെ റിട്ടേൺ കിട്ടും, എവിടെയൊക്കെ നമുക്ക് ലോസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം. ഇൻക്ലൂഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് നോൺ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് അല്ലാത്ത സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് നോൺ കറണ്ട് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നോൺ കറണ്ട് ആയിട്ടുള്ള അസറ്റുകൾ പറഞ്ഞാൽ എന്താ, ഫിക്സഡ് അസറ്റുകൾ, അതിൻ്റെ വിൽപ്പന, വാങ്ങൽ, കൊടുക്കൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചിലവ് വരാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകണമെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഫസ്റ്റ് ക്യാഷിൻ്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് ക്യാഷ് വരിക എവിടേക്ക് ആയിരിക്കും, ഫ്രം സെയിൽ ഓഫ് നോൺ കറണ്ട് അസറ്റ്. നമ്മളിവിടെ പറഞ്ഞു അല്ല, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റോ നോൺ കറണ്ട് അസറ്റോ അത് സെയിൽ ആവുകയാണെങ്കിൽ നമുക്കവിടെ ക്യാഷ് റിസീവ് ചെയ്യാം. ക്യാഷ് റിസീവ്സ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. ഷെയർ, ഡിബഞ്ചർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് അവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റെസീറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എവിടെയെങ്കിലും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം, ഡിവിഡൻഡ് കിട്ടാം. മീൻസ് ഡിബഞ്ചറിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഷെയറിലാണെങ്കിൽ ഡിവിഡൻഡ് കിട്ടും. അതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ്. പിന്നെ നമുക്ക് റിക്കവറി ഓഫ് ലോൺസ് മെയ്ഡ്, എന്തെങ്കിലും ഒരു ലോൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാം, അതും ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് പറയാം. ഇവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് അവിടെ നോൺ കറണ്ട് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ മുകളിലാണ് വരുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. ഇനി എന്തെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ ബോറോവേഴ്സിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് ആൻഡ് നോൺ കറണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് കഴിഞ്ഞു, ഇൻവെസ്റ്റിംഗ് കഴിഞ്ഞു. മൂന്നാമത്തെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഫിനാൻസിങ് എന്ന് പറയുന്നത്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്. ദീസ് ഇൻക്ലൂഡ്സ്, ഇത്രയും പഠിക്കണം. ഇതിൽ എന്തൊക്കെ കാര്യം വരുന്ന പറഞ്ഞത്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പം ആ ഓണറുടെ ക്യാപിറ്റലും അതേപോലെ തന്നെ ഷോർട്ട് ടേമും ലോങ് ടേം ആയിട്ടുള്ള ബോറോയിങ്സും, നമ്മുടെ കമ്പനിയുടെ സൈസ്, അതേപോലെ തന്നെ കോമ്പോസിഷൻ, എത്ര ഡെറ്റ് ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട്, ഇതിൽ ആ കോമ്പോസിഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് ചേഞ്ചസ് വരുത്തുന്ന കാരണമായ കാര്യങ്ങളാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഇനി ഈ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലും രണ്ട് തരത്തിലെ കോളംസ് കൊടുത്തിട്ടുണ്ട്. വൺ ഇസ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് അനദർ വൺ ഇസ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരുന്നത് നോക്കാം. ഇതിൽ ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രൊസീഡ്സ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ബോണ്ട്. ഇവിടെ നമുക്ക് ഷെയർ ആയിരുന്നു, ഡിബഞ്ചറും ബോണ്ടുമാണ്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ആയിട്ട് ലോണുകൾ, കടം വാങ്ങൽ, ഇതൊക്കെ പൈസ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോയിലേക്ക് പോകുമ്പം നമ്മുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണം, ഡിബഞ്ചർ റിഡീം ചെയ്യണം, ബോണ്ട് റിഡീം ചെയ്യണം, ലോണുകൾ അടയ്ക്കണം, ആൻഡ് ഡിവിഡൻഡ് കൊടുക്കണം, ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിബഞ്ചർ ലോൺസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയാണ്, ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. അതിനെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇൻട്രസ്റ്റ് കൊടുക്കുക, നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ആൻഡ് ഡിവിഡൻഡ് ഓൺ ക്യാപിറ്റൽ ആർ ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കുക അല്ലെങ്കിൽ ബോറോയിങ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ ഭാഗമാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡ് റെപ്രസെൻറ്റ് കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് കോസ്റ്റ്. കാരണം ഒരു കോസ്റ്റ് നമുക്ക് ഉണ്ടാവാനുള്ളൊരു കാരണം തന്നെ എന്താണെന്ന് അറിയാം. അതിനുശേഷം അതിൽ വരുന്ന ചില വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതൊക്കെ ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഇനി ജസ്റ്റ് ഒരു ഐറ്റംസ് തന്നിട്ട് ഏത് ആക്ടിവിറ്റി ആണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ബാങ്ക് ബാലൻസ്, ബൈബാക്ക് ഇക്വിറ്റി ഷെയർ, ക്യാഷ് സെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പറയുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കണം, കാരണം ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അത് വേണം, വേജ് കൊടുക്കണം, ഓഫീസ് എക്സ്പെൻസ് കൊടുക്കണം, ക്യാഷ് സെയിൽസ് ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെഷീനറി ഒക്കെ വിൽക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, പേറ്റൻറ്റ് ഉണ്ടെങ്കിൽ, റെസീറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, ബൈബാക്ക് ഇക്വിറ്റി ഷെയറിനെ, ലോങ് ടേമിലേക്ക് ലോണിനൊക്കെ റീപേ ചെയ്യുക, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ പഠിക്കാൻ പോവുകയാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ കാൽക്കുലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞാൽ ജസ്റ്റ് ക്യാഷിൻ്റെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് മാത്രമാണ് അവിടെ നോക്കുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതിനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് എന്തൊക്കെയാണ് നോക്കാം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഡയറക്റ്റ് മെത്തേഡിൽ ഫോർ ദ ഇയർ എൻഡഡ്. നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾ സാധിക്കുന്ന മെത്തേഡെങ്കിലും പഠിക്കാം. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് ഉണ്ടാവുന്നത് പറഞ്ഞു. വൈഡ്ലി യൂസ്ഡ് ഫോർമാറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ആ ഫോർമാറ്റാണ് ഇത് പറയുന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഹെഡിങ് കൊടുക്കേണ്ടത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ആദ്യത്തെ ആക്ടിവിറ്റി 2 കോളം അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഓപ്പറേറ്റിങ്ങിൽ വരുന്ന ക്യാഷ് റെസീറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ക്യാഷ് സെയിൽസ് വരാം, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ക്യാഷ് റിസീവ് ചെയ്യുക ഡെറ്റേഴ്സ് നിന്ന്, കമ്മീഷൻ ഫീസ് കൊടുക്കുക, റോയൽറ്റി റിസീവ് ചെയ്യുക, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിൻ്റെ ഭാഗമാണ്. ഇനി ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ക്യാഷ് പർച്ചേസ്. ഇവിടെ വരുന്നതിൻ്റെ നേരെ ഏകദേശം ഓപ്പോസിറ്റ് തന്നെയാണ് ഇത് വരുന്നത്. ആൻഡ് പേ ടു ക്രെഡിറ്റേഴ്സ് ക്യാഷ് കൊടുക്കുക, എക്സ്പെൻസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ്, അതൊക്കെയാണ് ഇതിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത് രണ്ടിന്നും, അതായത് എയിൽ നിന്ന് ഇവിടെ ഒരു ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ആ ടോട്ടലിൽ നിന്ന് ബിയുടെ ടോട്ടൽ കുറയ്ക്കുക. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഡക്ഷനായിട്ട് കാണിക്കേണ്ടത്. ക്യാഷ് ഫ്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് മുന്നൊരു ക്യാഷ് ഫ്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് പതിവിൽ സാധാരണയിൽ കവിഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വരും, റെസീറ്റിൻ്റെ പേയ്മെൻറ്റ്സും അങ്ങനെ കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യത്തെ കേസിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അത്രയും കഴിഞ്ഞാൽ ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫിക്സഡ് അസറ്റ് വിൽക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുക, ഇൻട്രസ്റ്റ് കിട്ടുക, ഡിവിഡൻഡ് കിട്ടുക,
ആൻഡ് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക, ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്, ഇതെല്ലാം ഇവിടെ പോസിറ്റീവ് ഫിഗർ തന്നെയാണ്, ചെയ്യുമ്പോഴാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നെറ്റായിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്ത് കിട്ടുന്ന ഹാൻഡ്സ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫിനാൻസിങ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് സോഴ്സ് എവിടുന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്, ഡിബഞ്ചേഴ്സും ലോങ് ടേം ബോറോയിങ്സും തമ്മിലൊന്ന് ഇരുന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് കൃത്യമായിട്ട് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. അതായത് ഡിബഞ്ചർ അല്ലെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് വിൽക്കുമ്പം കിട്ടുന്ന എമൗണ്ട്, ആൻഡ് ലോങ് ടേമിലേക്കുള്ള ബോറോയിങ്സ് ഒക്കെ നമ്മൾ റീപേ ചെയ്യുക, ഷെയറും ഡിബഞ്ചറൊക്കെ റിഡീം ചെയ്യുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക, അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ നോക്കുമ്പം നമുക്ക് ഈ രണ്ട് ടോട്ടലും കൂടി മൈനസ് ചെയ്യുമ്പോഴാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നേരെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് വരികയാണ്. ഐറ്റംസ് തന്നപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഡെറ്റേഴ്സിനെ കുറിച്ച്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രിപ്പയർഡ് എക്സ്പെൻസസ് ആൻഡ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, certain adjustments are required to made in order to find out the cash receipts and cash payments. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനുള്ളൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെറ്റേഴ്സ് എത്ര ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ എത്ര ഉണ്ട്, നമുക്ക് എത്ര കൊടുക്കാനുണ്ട്, ഇനിയും കൊടുക്കാനുള്ളത് കൊടുക്കാതെ നിർത്തിയത് എത്ര രൂപയുണ്ട്, എന്നാൽ ചിലവിടെ നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യും, അതുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പോയിൻ്റാണ് പഠിക്കാനുള്ളത്, ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഈ കാര്യങ്ങളാണ് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ. നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പഠിച്ചതാണ്. അപ്പോൾ ബാലൻസ് ആദ്യം ഇവിടെ എഴുതുക, അതിനുശേഷം ക്രെഡിറ്റ് സെയിൽസിലേക്ക് കൊടുക്കുക. ബിൽസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അലൗ ചെയ്തെങ്കിൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ട് ബാലൻസ് വരുന്ന ഫിഗറാണ് ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുക, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടും ഡെറ്റേഴ്സിൻ്റെ ആണ്. അത് പ്രിപ്പയർ ചെയ്യുമ്പം രണ്ട് സൈഡിലുള്ള ഐറ്റംസ് എഴുതിയിട്ട് ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് ആണ് നമുക്കിവിടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ട് എന്താണ്, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഉണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന സമയത്താണ് പർച്ചേസ് മുഴുവനായിട്ട് കിട്ടുന്നത്. കാരണം കോസ്റ്റും അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കും ഒക്കെയാണ് അവിടെ നോക്കേണ്ടത്. ഇനി ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഇനി ഇത് നടത്തിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിലവുകളാണ് പറയുന്നത്. അതിൽ ഒക്കെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഡീപ്പായി ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പെൻസസുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതിന് ശേഷം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ആ വർഷം അവസാനം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ ക്യാഷ് പെയ്ഡ് ഫോർ എക്സ്പെൻസ് വരികയാണെങ്കിൽ അതിന് കൊടുക്കാനുള്ള പൈസ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം കൂടി ഇവിടെ നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എഴുതേണ്ട മെത്തേഡ് എന്ന് പറയുമ്പം റവന്യൂ, നമുക്ക് കിട്ടിയ വരുമാനങ്ങൾ ഇവിടെ നോക്കിയാണ് ബിസിനസ് നടത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വരുമാനങ്ങളായിരിക്കണം. അപ്പോൾ ആ റവന്യൂ ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ. അപ്പോൾ ആ കമ്പനിയുടെ റവന്യൂ വരുമാനവും കാണിക്കേണ്ട, എക്സ്പെൻസും കാണിച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് റവന്യൂ എല്ലാം ആഡ് ചെയ്തു, സെയിൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം, കമ്മീഷൻ കിട്ടുക, ടോട്ടൽ റവന്യൂ കിട്ടുക. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കേണ്ടത്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, വേജ് കൊടുത്തു, സാലറി കൊടുത്തു, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആദ്യത്തെ ഇതിൽ നിന്ന് രണ്ടാമത്തെ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് അവരുടെ ടെക്സ്റ്റ് പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മാക്സിമം ഇപ്പോൾ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഒരു 6 മാർക്കിനോ എസ് ആയിട്ടോ ഒക്കെ ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ് ആൻഡ് അതിൻ്റെ സമ്മറി, ആക്ടിവിറ്റീസ് 3 ഉള്ളത്, എങ്ങനെയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രൊസീജിയർ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുക. അതിന് 2 മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ അത് എടുക്കുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ എന്ത് മാത്രമേ നോക്കണ്ടുള്ളൂ, ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായ റവന്യൂ ഉണ്ടെങ്കിൽ എടുക്കുക, ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായി വന്ന നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു പേരിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്നേഹം മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് ഇൻ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോസ് കാണുമ്പോഴും കൃത്യമായിട്ട് തന്നെ അത് അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷം മാത്രം നമ്മളതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.